ഹായ് ഹലോ വെൽക്കം ടു സിനിമാത്തേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ട്രാക്കിലാണ്. ചെറുപ്പത്തില് തൊട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അച്ഛനും ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു. അപ്പൊ അച്ഛന്റെ ഓട്ടോറിക്ഷയുടെ ചെറിയ എന്തെങ്കിലും പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറുപ്പത്തില് അത് ഓർമ്മയില്ല. അപ്പൊ അച്ഛൻ തന്നെ എനിക്ക് സ്പാൻഡറൊക്കെ എടുത്ത് തന്ന് എന്തെങ്കിലുമൊക്കെ പണിയാനൊക്കെ ആയിട്ട് പറയും. 2 months ഒരു 10-15 വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പഠിക്കുമ്പോ എന്തായാലും വീണേ പഠിക്കുള്ളൂ. എന്ന് വെച്ചാല് എന്തായാലും നമ്മള് വീഴും പ്രാക്ടീസ്. പക്ഷെ ഒരു നാഷണൽ ലെവലിലേക്ക് പോയി അങ്ങനെയൊക്കെ ഒരു ടോപ്പ് 10-ലേക്ക് എത്തിയ ഒരാൾ ഇങ്ങനെ എന്നാലും ഇങ്ങനെ വീഴുവോ? നമുക്ക് നമുക്ക് വണ്ടി എടുക്കണമല്ലോ, വണ്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തൊക്കെയാണ് വർക്ക് എന്ന് വെച്ചാൽ അതൊക്കെ പോവും. അപ്പൊ ഏത് വണ്ടി ആദ്യം എടുത്തത് 10ാം ക്ലാസ് പഠിക്കുമ്പോ? അതായത് എന്റെ വീട്ടിലെല്ലാവരും എഞ്ചിനീയർ, ചേട്ടൻ ചേച്ചി എഞ്ചിനീയർ, ചേച്ചി നേഴ്സ്, എല്ലാവരും നന്നായിട്ട് പുസ്തക പുഴുക്കള് പഠിപ്പികളാണ്. ഞാൻ മാത്രമേ ഉള്ളൂ തലതിരിച്ച് ഇങ്ങനെ നടക്കണം എന്ന് പറയണത്. സൈക്കിളൊക്കെ ഞാൻ മറ്റേ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടി ഒരു അറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ വീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ ഷോ റൈഡർ ആയിരുന്നു. ബസ് സ്റ്റോപ്പിലൊക്കെ പിള്ളേരൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മള് സൈക്കിൾ എടുത്തിട്ട് അവിടെ അറ്റം പോവും. അവിടെ നിന്ന് സൈക്കിൾ പൊക്കി ചവിട്ടി പൊക്കിയാണ് വണ്ടി എടുത്ത ഫസ്റ്റ് ഡേ അല്ല, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഒരു പ്രാക്ടീസിന് പോയായിരുന്നു. കോയമ്പത്തൂരാ പോയത്. കോയമ്പത്തൂര് ഒരു ജമ്പ് ചാടി ലാൻഡ് ചെയ്തപ്പോ എന്റെ കാല് ഫുട് റെസ്റ്റിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ വന്നിട്ട് ആ നല്ല ഹൈറ്റിൽ വന്നിട്ട് ജമ്പ് ചാടി കഴിഞ്ഞപ്പോ കാല് വന്ന് ലാൻഡ് ചെയ്തു. ബൈക്ക് സ്റ്റണ്ടിങ്ങും ബൈക്ക് റേസിംഗും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ശരിക്കും? ഈ ട്രാക്കിൽ എന്താ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും അല്ലേ? ഞാനൊരു റേസറെ കാണാൻ വന്നതാണ്, ബൈക്ക് റേസറെ കാണാൻ വന്നതാണ്, ബൈക്ക് സ്റ്റണ്ടറെ കാണാൻ വന്നതാണ്. നാഷണൽ ലെവലിലൊക്കെ ബൈക്ക് റേസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആരാണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് അറിയായിരിക്കും. ശ്രീരാജ് ഹർഷൻ. നമ്മുടെ പുലി ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ റേസിംഗ് ഒക്കെ കാണാനായിട്ട്. നിങ്ങളും കാണാൻ വെയിറ്റ് ചെയ്ത് നിന്നോ. ഹലോ, ഞാൻ കൊറേ നാളായി കാണണമെന്ന് വിചാരിക്കുന്നേ. സുഖാണോ? എങ്ങനെ പോകുന്നു റേസിംഗ് ഒക്കെ? ഇപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ നിലവില് ഞാൻ പ്രാക്ടീസിലാണ്. അപ്പൊ ഒരു ബൈക്ക് ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മെരുക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിനെ മെരുക്കാനുള്ളൊരു പണിയിലാണ്. അപ്പൊ നമുക്ക് ആ പുള്ളിയെ ഒന്ന് കണ്ടാലോ, ഒരാളെ കണ്ടാലോ അതിന്റെ? തീർച്ചയായും. ഇതാണ് നമ്മുടെ വണ്ടി, ഡ്രീം വണ്ടി, കവാസാക്കിയുടെ KX250. എന്റെ കുറെ നാളത്തെ ഒരു ഡ്രീമാണിത്. എത്ര നാളത്തെ ഡ്രീമാണ് ഈ ഒരു വണ്ടി? അയ്യോ, അതിപ്പോ റേസിലോട്ട് ഇറങ്ങിയപ്പോ തൊട്ടുള്ള ഒരു ഡ്രീമാണ് ഈ വണ്ടി. അതല്ല, ഈ വണ്ടിയിൽ തന്നെ റേസ് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം എന്തുകൊണ്ടായിരുന്നു അങ്ങനെ? ഇത് ആക്ച്വലി പ്യുവർ മോട്ടോർക്രോസ് ആണ്. അതായത് റേസിന് വേണ്ടി മാത്രമുള്ള ഒരു ബൈക്കാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് മോഡിഫൈ ചെയ്തിട്ടാണ് റേസിലോട്ട് ഇറക്കുന്നത്. ഇതാണ് അതിനു വേണ്ടി മാത്രമുള്ള ഒരു ബൈക്ക്. ഈ വണ്ടി കൊണ്ടുപോകാൻ മാത്രമുള്ളൊരു അതിനു വേണ്ടി മാത്രം എടുത്ത വണ്ടിയാണിത്. അപ്പൊ ഇത് ഇപ്പം അത്ര വലിയ മണ്ണൊന്നും ചെളിയൊന്നും ആയിട്ടില്ല. പിന്നെ അടുത്ത് ഓടിച്ച് ചെയ്യുമ്പോ തന്നെ നല്ല ഫുള്ള് ഡേർട്ട് ആവും. അതാണ് ഡേർട്ട് ബൈക്കാണ്. അപ്പൊ ഈ ബൈക്കിനെ ഇറക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ബൈക്കിന്റെ പ്രത്യേകതയും എങ്ങനെയാണ് സ്റ്റണ്ടർ ആയതെന്നും അതൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരു മോട്ടിവേഷൻ ആണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ ഇറക്കാം. ഇറങ്ങിയ ക്ലച്ച് ഗിയറല്ല വേണ്ട. ഞാൻ പിടിക്കണ? പിടിച്ചു. പിടിച്ചേക്കാം. ചിലരൊക്കെ ഒറ്റയ്ക്ക്. ഓക്കെ. ഇതാണ് വണ്ടി.
കേറി ഇരുന്ന് നോക്കണ്ട. ഇതാണ് ആ വണ്ടി അപ്പൊ. അതെ. ഓ, ഇതൊന്നും അടിച്ച് കാണണായിരുന്നു. ഇതിലപ്പോ ഒരുപാട് വീണിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ ഇതിന്റെ ഈ പാടുകൾ മൊത്തം വീണ് പ്രാക്ടീസ് ചെയ്ത് വീണതിന്റെ പാടുകളാണ് മൊത്തം. അപ്പൊ ഇതൊക്കെ പിന്നെ എത്ര തവണ വീണിട്ടുണ്ട് ഈ വണ്ടി? ഇതിപ്പോ എടുത്തിട്ട് എത്ര നാളായി? എടുത്തിട്ട് കുറച്ച് വീണിട്ടുണ്ട്, കുറച്ചേ വീണിട്ടുള്ളൂ. ഇപ്പൊ ഒരു 2 months ആയിട്ടുള്ളൂ വണ്ടി 2 months ആയി. എടുത്തിട്ട്. 2 monthsൽ ഒരു 10-15 വീഴ്ച ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീഴുമ്പോ വീണ് ബോഡിയൊക്കെ ഇതിപ്പോ ഒരു ശീലമായി. എന്തായാലും പഠിക്കുമ്പോ എന്തായാലും വീണേ പഠിക്കുള്ളൂ. എന്ന് വെച്ചാല് എന്തായാലും നമ്മള് വീഴും പ്രാക്ടീസ് ചെയ്യും. പക്ഷെ ഒരു നാഷണൽ ലെവലിലേക്ക് പോയി അങ്ങനെയൊക്കെ ഒരു ടോപ്പ് 10-ലേക്ക് എത്തിയ ഒരാൾ ഇങ്ങനെ എന്നാലും ഇങ്ങനെ വീഴുവോ? അല്ല, നമ്മള് ആക്ച്വലി ഞാൻ ഇത്ര നാൾ ഓടിച്ചിരുന്നത് ഇന്ത്യൻ ബൈക്കാണ്, അതായത് എക്സ്പൾസ് ആണ് ഞാൻ ഓടിച്ചിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇത് പ്യുവർ ഡേർട്ട് ബൈക്കിലേക്ക് വന്നത് ഇപ്പോഴാണ്. അപ്പൊ അതിൻ്റെതായ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇന്ത്യൻ ബൈക്കിന്റെ വെയിറ്റും ഇതിന്റെ വെയിറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിനൊട്ടും വെയിറ്റ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതെ അതെ, നല്ല എന്താ പറയാ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഭയങ്കര നല്ല ചോട്ടാ. അതെ അതെ, എല്ലാം നല്ല ഗ്രിപ്പിംഗ് കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ നല്ല പവർഫുൾ ആണ് വണ്ടി. നല്ല പവർഫുൾ ആണ്. ഒരിക്കൽ ഒന്ന് ഇങ്ങനെ ഗിയർ കൈ കൊടുത്താൽ തന്നെ നല്ല ഗിയർ അല്ല, അതൊന്നും കട്ട് ചെയ്യാം, എല്ലാം കട്ട് ചെയ്യും. ഇത് ഒന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് എത്തും, ആ പറമ്പത്ത് പോയി എത്തും. അപ്പോ ഇതാണ് സിസ്റ്റം ഇവിടെ. അത് സെൽഫ് സ്റ്റാർട്ട്, ഇത് എഞ്ചിൻ ഓഫ്, ഇത് ട്രാക്ഷൻ കൺട്രോൾ. സാധാരണയുള്ള ഒരു വണ്ടി എന്നുള്ളൊരു ഇതിന്റെ മോഡിഫൈഡ് വേർഷൻ ആണല്ലോ എല്ലാം ഇന്ത്യയിലെ. അപ്പൊ ഇതല്ലാത്തതാണ്. ഇത് ഒന്നുമില്ല, ഇത് ഇങ്ങനെയാണ് കമ്പനി ഇറക്കുന്നത്. അപ്പൊ ഈ വണ്ടി റെഡി ടു റേസ്. അപ്പൊ എത്രയാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുന്നത്? ഇത് 8 lakhs ആണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ പ്രൈസ്. ഞാൻ യൂസ്ഡ് എടുത്താണ്, എന്റെ ഒരു ഫ്രണ്ടിന്റെ തന്നെ ഇത് ബൈക്ക്. അപ്പൊ അവന്റെ ഞാൻ 5 lakhsന് വാങ്ങിച്ചു. കാരണം ഇത് 2023 ആണ് ബൈക്ക്. 2023. അപ്പൊ ഇതിലും ഇനി വേറെ എന്തെങ്കിലും മോഹം ഉണ്ടോ വേറെ ബൈക്ക് എടുക്കാൻ? പിന്നെ ഇനി അടുത്ത അപ്ഗ്രേഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ കൊറേ വീണിട്ട് പരിക്കൊരു വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ എന്തെങ്കിലും പരിക്കുണ്ടോ? ഇപ്പൊ നിലവിലൊന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ അല്ലെങ്കിൽ ചെറിയ ചതവോ ഉളുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളു. ചെറിയ ചതവും ചെറിയ ഉളുക്കൊക്കെ. വണ്ടി എടുത്ത ഫസ്റ്റ് ഡേ അല്ല, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഒരു പ്രാക്ടീസിന് പോയായിരുന്നു. കോയമ്പത്തൂരാ പോയത്. കോയമ്പത്തൂര് ഒരു ജമ്പ് ചാടി ലാൻഡ് ചെയ്തപ്പോ എന്റെ കാല് ഫുട് റെസ്റ്റിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ വന്നിട്ട് ആ നല്ല ഹൈറ്റിൽ വന്നിട്ട് ജമ്പ് ചാടി കഴിഞ്ഞപ്പോ കാല് വന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ ചെറിയൊരു ഇമ്പാക്ട് കിട്ടിയായിരുന്നു. കുറച്ചാള് ബെൽറ്റ് ഇട്ടാണ് നടന്നിരുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതാ പറഞ്ഞത്, എന്തെങ്കിലും ചെറിയ ഇതുപോലും ഇതിന് നല്ല ഇമ്പാക്ട് കിട്ടും. നമുക്ക് ഈ ബൈക്കില് ഇത് മറ്റേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബൈക്കാണോ? ഇതെങ്ങനെയാണ് ഇത് എല്ലാ റൈഡർമാർക്കും? ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് തന്നെയാണ്. കാരണം അത് അത്യാവശ്യം ഇപ്പൊ എല്ലാ യൂത്തിനും എല്ലാവർക്കും ഇപ്പൊ റേസ് ഇഷ്ടമുള്ള. അപ്പൊ എന്തായാലും ഈ വണ്ടി കാണുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കവാസാക്കിയുടെ KX250. അതെ അതെ. എന്നാ ഒന്ന് നമുക്ക് ഓടിക്കാം. പിന്നെ തീർച്ചയായും. നമുക്കല്ല, ശ്രീരാജ് ഓടിക്കാം. ഓടിക്കണ്ട, ഞാൻ ഓടിക്കുന്നില്ല, ആ പറമ്പത്തായി പോ. വണ്ടി എപ്പോഴും ഒന്ന് കുറച്ചു നേരം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ടി വരും, ചൂടാവാനായിട്ട്. അതെ, എഞ്ചിൻ എപ്പോഴും ചൂടായതിനു ശേഷം ഓടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ചെസ്റ്റ് നമ്പർ. ഇത് ആണ് ഞാൻ ആദ്യമായിട്ട് റേസ് ഓടിക്കുമ്പോ എനിക്ക് കിട്ടിയ നമ്പർ ഇതാണ്. അപ്പൊ പിന്നെ ഞാൻ എല്ലാ ഇവന്റിലും ഞാൻ ഈ നമ്പറാണ് ചൂസ് ചെയ്യാറ്. ഇതൊരു ഭാഗ്യ നമ്പറാണ്, 58. ഇന്നൊരു ഡ്രീം ബൈക്ക് ഇതാ സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യം ബൈക്ക് സ്റ്റണ്ടിങ് എന്നാണ് തുടങ്ങിയത്, ഇപ്പൊ റേസർ ആണ്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ശരിക്കും? കുറെ നാളായിട്ട് ഞാൻ ബൈക്ക് സ്റ്റണ്ടിങ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്നൊരു ഹീറോ ഡേർട്ട് ബൈക്കിംഗ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഇവന്റ് കൊച്ചിയിൽ വെച്ച് നടന്നായിരുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ഇത്. അതിൽ 5 സ്റ്റേജ് ഉണ്ട്. 5 സ്റ്റേജിൽ വിൻ ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ വിൻ ചെയ്ത് ബാംഗ്ലൂർ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജയ്പൂർ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. ആ റൗണ്ടിൽ ഒരു നാഷണൽ ലെവലിൽ ഒരു ടോപ്പ് 10 എന്നുള്ള ലെവലിൽ എത്തിയായിരുന്നു. അപ്പൊ അതായത് ആസ് എ ബിഗിനർ, ഞാൻ തുടക്കക്കാരൻ എന്നുള്ള അവിടം വരെ എത്തിയപ്പോൾ എനിക്ക് തന്നെ ഒരു സ്കില്ലുണ്ട്, റേസിലൊരു സ്കില്ലുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്തത്. അതായത് അവിടം വരെ ഞാൻ ഒന്നും അറിയാണ്ട് പെട്ടെന്ന് എൻ്റെ സ്കില്ല് വെച്ച് ഞാൻ അവിടെ എത്തിയെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലാന്ന് ആലോചിച്ച്.
എന്നാലും അത് നമുക്ക് വരാം. എന്നാലും ഇത് നമുക്ക് ചെറുപ്പം തൊട്ട് ഒരാൾക്ക് ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കും. അതെ അപ്പൊ എപ്പോ മുതലാണ് ഈ വണ്ടിയോടുള്ള ഒരു ഭ്രമം തുടങ്ങിയതും ഇങ്ങനെ ഒരു സ്റ്റണ്ടിങ്ങിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയാണ്? എത്രാം ക്ലാസ് മുതലാണ് ഇഷ്ടം തുടങ്ങിയ വണ്ടിയോട്? ഞാൻ ചെറുപ്പം തൊട്ട് ഇഷ്ടം. ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. അപ്പൊ അച്ഛന്റെ ഓട്ടോറിക്ഷയുടെ ചെറിയ എന്തെങ്കിലും പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എത്രാം അച്ഛൻ ക്ലാസ്സില്? ചെറുപ്പത്തില്, അത് ഓർമ്മയില്ല. അപ്പൊ അച്ഛൻ തന്നെ എനിക്ക് സ്പാനറൊക്കെ എടുത്ത് തന്ന് എന്തെങ്കിലുമൊക്കെ പണിയാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമായിരുന്നു ഇങ്ങനെ അച്ഛൻ ചെയ്യണ കാര്യങ്ങളൊക്കെ, കേബിള് മാറലും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കത് ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നി. അങ്ങനെ ചെറുപ്പത്തില് അച്ഛന്റെ മടിയിലിരുന്ന് ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങി. ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങി. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയല്ലോ, നമുക്ക് ഒരു കാര്യം നമ്മൾ വലിയ എന്തോ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ പോലെയാണ് ആ സമയത്ത് ചെറുപ്പത്തിൽ. പിന്നെ വീട്ടിലാരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും വരുമ്പോ സ്കൂട്ടറൊക്കെ എടുത്ത് ഓടിക്കല്, അങ്ങനെ പെട്ടെന്ന് എല്ലാം പഠിച്ചെടുത്ത്. പിന്നെ അതൊരു പ്രാന്തായി അങ്ങനെ കൂടെ. പിന്നെ സൈക്കിളിൽ നിന്നൊക്കെ ഉണ്ടാ തുടങ്ങണത്. സൈക്കിളൊക്കെ ആയിരുന്നു ആദ്യം മോഡിഫൈ ചെയ്ത്. സൈക്കിളൊക്കെ ഞാൻ മറ്റേ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടി ഒരു അറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ വീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ ഷോ റൈഡർ ആയിരുന്നു ഞാൻ. പണ്ടത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന. ബസ് സ്റ്റോപ്പിലൊക്കെ പിള്ളേരൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മള് സൈക്കിൾ എടുത്തിട്ട് അവിടെ അറ്റം പോവും. അവിടെ നിന്ന് സൈക്കിൾ പൊക്കി ചവിട്ടി പൊക്കി ഭയങ്കര അന്നത്തെ ഒരു ട്രെൻഡ് അതായിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കും ഒരു കൗതുകത്തോടെ. അപ്പൊ അവരെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു. എല്ലാരും ഇങ്ങനെ എല്ലാരും നമ്മളെ അട്രാക്ട് ചെയ്യും നമ്മളെല്ലാരും. ഞാൻ ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെയ്യണത് എൻ്റെ ആ ഒരു ഏരിയയില്. പിന്നെ അങ്ങനെ തുടങ്ങി. പിന്നെ ബൈക്ക് ആയാലാന്ന് ആലോചിച്ച്, അങ്ങനെ ലൈസൻസ് ഒന്നും ഇല്ലാത്ത പ്രായത്തില് ബൈക്ക് ഒരെണ്ണം ഞാൻ വാങ്ങിച്ച്. അന്നേരം അതൊരു 10-ലോ 9-ലൊക്കെ പഠിക്കുന്ന ടൈമില്. 10ാം ക്ലാസ് പഠിക്കുമ്പോ ബൈക്ക് വാങ്ങിയ ഒരാളാണ് നമ്മളൊക്കെ. എന്തെങ്കിലും മിഠായിയാ വാങ്ങിയത്. ഇപ്പൊ പിള്ളേര് എല്ലാവരും 10-ലൊക്കെ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓപ്ഷൻസ് ഇല്ല. നമ്മള് വണ്ടികള് ആ ഒരു സമയത്തെ എന്നുവെച്ചാ ഒരു 2014-ലൊക്കെ ആയിരിക്കും അല്ലേ 10ാം ക്ലാസ്സിൽ? 12-ലായിരുന്നു 10ാം ക്ലാസ്സിൽ. അപ്പൊ ആ സമയത്ത് ബൈക്ക് വാങ്ങുമ്പോ ആരാ പൈസയൊക്കെ തന്നെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പണി? ഇല്ല, അന്നേരം ഒരു 3000 രൂപ. ഞാൻ കാറ്ററിംഗ് വർക്കിനൊക്കെ പോയിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോവും. കാറ്ററിങ്ങിന് പോവും. പിന്നെ എന്തെങ്കിലും മാമൻ വെൽഡറാണ്, അപ്പൊ വെൽഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കിനൊക്കെ പോയി. അന്നേരം തൊട്ട് വെൽഡിങ്ങിന്റെ പണിക്കൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുക്കണമല്ലോ, വണ്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തൊക്കെയാണ് വർക്ക് എന്ന് വെച്ചാൽ അതൊക്കെ പോവും. അപ്പൊ ഏത് വണ്ടി ആദ്യം എടുത്തത് 10ാം ക്ലാസ് പഠിക്കുമ്പോ? ലിബറോ എന്ന് പറഞ്ഞ ഒരു ബൈക്ക് ഉണ്ട് യമഹയുടെ, അതാണ് എടുത്തത് ആദ്യം. അത് എടുത്ത് അതിനകത്താണ് കുറച്ച് ഓടിച്ചൊക്കെ നടന്നിരുന്നത്. EMI ആയിരുന്നു അതോ റെഡി ടു ക്യാഷ് ആയിരുന്നു? EMI അത് ചെറിയ എന്തോ ബൈക്കായിരുന്നു, 3000 രൂപ ആയിട്ട് കിട്ടിയതായിരുന്നു. അത്രേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ചീപ്പാണ് ബൈക്കിന്. എന്നിട്ട് അത് എടുത്തിട്ട് അതിൽ നിന്നാണ് ഓടിച്ചു തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് പൊക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു തുടങ്ങി. പിന്നെ അതിനുശേഷം ഓരോന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വന്ന്. പിന്നെ അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. 2012-ൽ ആദ്യത്തെ ബൈക്ക് വാങ്ങിച്ചു പഠിക്കുന്ന സമയത്ത് പിന്നെ ബൈക്ക് വാങ്ങിയിട്ട് പിന്നെ എപ്പോഴാണ് വേറൊരു കാർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങുന്നത്? ബൈക്ക് വാങ്ങിച്ചിട്ട് മൊത്തത്തിൽ ഭ്രാന്താണല്ലോ വണ്ടിയുടെ. അപ്പോൾ ബൈക്ക് വാങ്ങിച്ച് അത് കഴിഞ്ഞ് അത് കൊടുത്ത്, എന്നിട്ട് അടുത്ത ബൈക്ക്. അപ്പോഴേക്കും നമ്മള് കുറച്ച് 1 വർഷമായി അങ്ങനെ. അപ്പോഴൊക്കെ ഇങ്ങനെ പണിക്ക് പോവാ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്കിനൊക്കെ പോയിരുന്നു. അപ്പൊ 10ാം ക്ലാസ് ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പഠിക്കാൻ ഭയങ്കര മോശമുള്ള ആളാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ പഠിപ്പിലൊന്നും അല്ല കാര്യം. പഠിപ്പിലൊന്നും എന്ത് കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിത്യത്തിലുണ്ടോ? നമ്മളെ കഴിവുപോലെ ഇരിക്കും നമ്മുടെ ജീവിതം. സിലബസിലുള്ള ഒന്നുമില്ല, എന്ത് കാര്യം ഒന്നുമില്ല. അപ്പൊ അതില് ഭയങ്കര എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട്. ഞാനിപ്പോ എക്സാമിനൊക്കെ +2, +1, +2 എക്സാമിനൊക്കെ ഞാൻ ഒബ്രോമാളിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബൈക്കിനൊക്കെ ഇറങ്ങി കിടക്കുകയാണ്. ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞു, അവനൊന്ന് ജസ്റ്റ് അതിനകത്ത് കയറിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു വിടായിരുന്നു. കാരണം ആ സമയത്തൊക്കെ എല്ലാവരും ജയിച്ചു പോണ ഒരു ടൈമായിരുന്നു. ഞാൻ +2 ഒക്കെ ഫെയിലായി. എന്നിട്ട് ഫെയിലായിരുന്നു. പിന്നെ സയൻസ് ആയിരുന്നു. അതായത് എൻ്റെ വീട്ടിലെല്ലാവരും എഞ്ചിനീയർ, ചേട്ടൻ ചേച്ചി എഞ്ചിനീയർ, ചേച്ചി നേഴ്സ്, എല്ലാവരും നന്നായിട്ട് പുസ്തക പുഴുക്കള് പഠിപ്പികളാണ്. ഞാൻ മാത്രമേ ഉള്ളൂ തലതിരിച്ച് ഇങ്ങനെ നടക്കണം എന്ന് പറയണത്. അപ്പൊ അവര് സയൻസ് എടുക്കാൻ നിർബന്ധിച്ചു. അവര് സയൻസ് എടുത്താലേ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇതായിട്ടൊക്കെയാണല്ലോ എല്ലാവരും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എഞ്ചിനീയർ ആവണം എന്നുള്ള രീതിയിലേക്കാണ്.
ഓക്കെ സയൻസ് എടുത്തു. അവിടെ ചെന്ന് ക്ലാസ്സിലിരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലായത് ട്രാപ്ഡ്. അത് കഴിഞ്ഞ് അത് എനിക്ക് എന്റെ തലയിലൊന്നും കയറില്ല. എന്റെ തലയിൽ മൊത്തം ബൈക്ക്, വേറെ എന്തെങ്കിലും കാര്യങ്ങള്, നമ്മുടെ വണ്ടി പണിയണം. അങ്ങനെ അത് +2 മൊത്തം ഉഴപ്പി, ഫുള്ള് ഉഴപ്പി നടക്കായിരുന്നു. അതും പ്രൈവറ്റ് കോളേജ് ആയിരുന്നു, നായരമ്പലത്ത് പ്രയാഗ. അപ്പൊ അവിടെ നിന്ന് ഉഴപ്പി അത് ഫെയിലൊക്കെ ആയി. പിന്നെ അടുത്ത ജോലിക്ക് എന്തെങ്കിലും പോണെന്നായി. എഴുതാനായിട്ട് ശ്രമിച്ച് എഴുതി, അതിന്റെ ആവശ്യമില്ല ശരിക്കും. ഇല്ല, എടുത്തിട്ടില്ല. പക്ഷെ ജീവിതത്തില് പിന്നെ ഫെയിൽ ആയിട്ടില്ല. ജീവിതത്തില് ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാല് അത് എനിക്ക് അതിനേക്കാൾ അടിപൊളിയായി വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാല് ഞാനിപ്പോ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും നന്നായിട്ട് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. കാരണം ഇന്ന് ഇവിടെ എത്തിയില്ലേ. ഒരുപാട് ഡ്രീം ബൈക്ക് വരെ നല്ല സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു ഇതെങ്കിലും ആവാൻ പറ്റിയത്. ഇതും ഒന്നും ആയിട്ടില്ലെന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഇനിയും ആവാനുണ്ട്. അതെ. അപ്പൊ അത് നമുക്ക് പറയാം. അതിന് മുന്നേ അപ്പൊ ബൈക്കൊക്കെ വാങ്ങിച്ചു, പിന്നെ കാറ് വാങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. കാർ അപ്പൊ എപ്പോഴാ വാങ്ങിച്ചേ? ഈ കാറല്ല, ഇതിനു മുമ്പ് എനിക്കൊരു സെൻ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത്, ലൈസൻസ് പോലും ഇല്ലാത്ത സമയത്ത്, അതായത് ബൈക്ക് ലിബർ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ ബൈക്ക് കൊടുത്ത് പിന്നെ ആ സമയത്തൊക്കെ എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഞാനത് ട്രൈ ചെയ്യുമായിരുന്നു എന്തൊക്കെ. എന്നിട്ട് പണ്ട് എനിക്ക് ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ അഴിച്ച് തിരിച്ചു പിടിപ്പിക്കാൻ അറിയാണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതെവിടെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ നോക്കിയപ്പോ ഒരു 2 സ്പേസറൊക്കെ ബാക്കി. അപ്പൊ മനസ്സിലായി ട്രാപ്പായിന്ന്. ഞാൻ എന്ത് ചെയ്ത് വേറൊരു പെട്ടി വണ്ടി വിളിച്ചിട്ട് വണ്ടിയൊക്കെ എടുത്ത് കയറ്റിയിട്ട് വർക്ക്ഷോപ്പിൽ ചേട്ടാ ഒന്ന് പിടിപ്പിച്ചു വരും. ഫ്രണ്ട് വന്ന് ഊരിയതാണ്. ഫ്രണ്ടിന്റെ തലയിലിട്ട്. പക്ഷെ എന്നാലും അത്ര കൊറേയൊക്കെ അഴിച്ചു പണിതില്ലേ? കൊറേ നല്ല വണ്ടി ഓൾമോസ്റ്റ് മൊത്തം പീസാക്കി. എന്നിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. കസ്റ്റമർ അന്ന് തന്നെ ഓരോ വർക്കുകളൊക്കെ ആയിട്ട് വണ്ടിയിൽ ചെയ്ത് നമ്മൾ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ അത് ഒരു പൾസർ 220 എടുത്ത് അത് കഴിഞ്ഞിട്ട് ആ വണ്ടി കൊടുത്തിട്ട് നേരെ ഞാൻ പോയൊരു, അപ്പൊ എനിക്കൊരു കാറിനോടൊരു പ്രേമമായി. എങ്ങനെയാലും കാർ എടുക്കണമെന്നായി. ഇപ്പൊ കാർ ഓടിക്കാൻ അറിയില്ല, പക്ഷെ എല്ലാ ഐഡിയകളും ഉണ്ട്. അങ്ങനെ ഐഡിയ വെച്ചിട്ട് എടുക്കാൻ പോയി. അതെ. പിന്നെ അതിനു മുമ്പ് കാർ പെട്ടെന്ന് എടുക്കണ്ട, അതിനു മുമ്പ് ഒന്ന് വണ്ടി റെന്റിനൊക്കെ എടുത്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാന്ന് പറഞ്ഞ്. ലൈസൻസ് ഇല്ലല്ലോ, അച്ഛന്റെ ലൈസൻസ് കട്ടെടുത്തിട്ട് നേരെ പോയി ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫിന്റെ ഒരു വണ്ടി റെന്റിന് എടുത്ത്. എന്നിട്ട് പുള്ളി പോവാൻ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ. എന്ന് വെച്ചാൽ പുള്ളിക്ക് എനിക്ക് ഓടിക്കാൻ അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഓടിക്കണല്ലോ. അപ്പൊ പുള്ളി അത് കണ്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചു പുള്ളി പോവാൻ വെയിറ്റ് ചെയ്ത് നിന്ന്. എന്നിട്ട് പുള്ളി പോയപ്പോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് നോക്കി. ഒരു ദിവസം മൊത്തം ഞാൻ ഓടിച്ചു വണ്ടി അവിടെ. അതായത് ഒന്നും അറിയാണ്ട് ഞാൻ വണ്ടി, എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ വണ്ടി എടുത്ത് ആള് പോയതിന് ശേഷം ഞാൻ തന്നെ വണ്ടി മൂവ് ചെയ്യിച്ച് നോക്കി. പിന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്, അതൊക്കെ അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഓടിച്ചിട്ടില്ലെന്നുള്ളൂ. അങ്ങനെ ഞാൻ കാറ് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഓടിച്ച് സെറ്റായി. അതിനുവേണ്ടി മാത്രം ഒരു 10,500 രൂപ ഡീസൽ അടിച്ച് ഞാൻ ഓടിച്ച് വെറുതെ നടന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നാലും അത് കറക്റ്റ് ആയിട്ട് അങ്ങ് പോയി. അതെ അതെ. അത് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതെ അതെ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാനത് കാർ ഓടിച്ച് പഠിച്ച് അത് കഴിഞ്ഞ് നേരെ പോയി ഒരു സെൻ, ഒരു 10-30,000 രൂപ ഒരു സെൻ കിട്ടി, അതെടുത്ത്. അങ്ങനെ സെൻ എടുത്തിട്ട് സെൻ 38 രൂപ എടുത്താണ്, 38,000 രൂപക്ക്. മറ്റേ ബൈക്ക് വിറ്റ കാശൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ. അങ്ങനെ ആ വണ്ടി എടുത്ത്. അപ്പൊ എനിക്ക് മൊത്തത്തിലൊരാഗ്രഹം വണ്ടി ഒന്ന് കളറാക്കണം, ലുക്കാക്കണം, എന്റെ വണ്ടി നല്ല ഐഡന്റിറ്റി ആയിരിക്കണം. മോഡിഫൈ ചെയ്ത്. പൈസ ഇല്ല കേട്ടോ, 10ന്റെ പൈസ ഇല്ല. അപ്പൊ AC എന്തോ വർക്കിന് വേണേ നേരെ കൊണ്ടുപോയി വണ്ടി ഗാരേജിൽ കയറ്റി നേരെ ചേട്ടാ ഫുള്ള് പണിതോ, വണ്ടി ഫുള്ള് സെറ്റാക്കി തന്നാൽ മതി. എന്നിട്ട് അവൻ പറഞ്ഞ് എല്ലാം സെറ്റാക്കി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ 10-60,000 രൂപ വണ്ടി എടുത്തതിനേക്കാളും കൂടുതൽ പൈസയായി മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായി, പാച്ച് വർക്ക് ഉണ്ടായി, പെയിന്റിങ് ഉണ്ടായിരുന്നു, അലോയ്സ് ഒക്കെ ഇടാനുണ്ടായിരുന്നു. വണ്ടി പക്ഷെ നല്ല ലുക്കായിട്ട് കിട്ടി. പക്ഷെ ഇത്രയും എമൗണ്ട് ആയി. എന്നിട്ട് കുറെ നാൾ വർക്ക്ഷോപ്പിൽ കിടന്നു. എന്നിട്ട് എനിക്ക് കിട്ടണ കാശ്, ജോലി എടുത്ത് കിട്ടണ കാശൊക്കെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവസാനം ഞാൻ വണ്ടി ഇറക്കി കുറച്ച് ആൾ ഓടിച്ച്. പെട്രോൾ അടിക്കാൻ കാശില്ല, 500 രൂപ വല്ലപ്പോഴും അടിച്ച് വല്ല ഒന്ന് കറങ്ങും, അത്രേ ഉള്ളൂ. അവസാനം
ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഞാൻ ആ വണ്ടി കൊടുത്ത് ചെറിയൊരു വിലക്ക് ഇത്രയും കൊടുത്ത്. ആഗ്രഹത്തിൽ നല്ല ആഗ്രഹത്തില് ഭയങ്കര ആഗ്രഹത്തില് വണ്ടി മോഡിഫൈ ചെയ്ത് എന്റെ സ്റ്റൈലിന് ഞാൻ അത് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ട് നടന്നിട്ട് എനിക്ക് അത് കൊടുക്കേണ്ടി വന്നു. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ കൊടുത്തത്? പെട്രോൾ അടിക്കാനൊന്നും പൈസ ഇല്ല, അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അത് കൊടുത്തു കളഞ്ഞു. വിഷമത്തോടു കൂടിയാണ് ഭയങ്കര വിഷമായിരുന്നു അത്. എന്തെങ്കിലും ഓട്ടെ അത് പോട്ടെ, പൈസ ഉള്ള ടൈമിൽ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ അത് കൊടുത്ത്. പിന്നെ അത് കൊടുത്ത് കിട്ടിയ പൈസ കൊണ്ട് ഒരു NS വാങ്ങിച്ച്, ബൈക്ക് NS. അതിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് സ്റ്റണ്ടൊക്കെ കുറച്ച് അങ്ങോട്ട് തുടങ്ങി. അതിൻ്റെ അകത്താണ് സ്റ്റണ്ട് തുടങ്ങിയത്. NS നിന്നാണ് സ്റ്റണ്ട് തുടങ്ങിയത്. NS അങ്ങോട്ട് സ്വന്തമായിട്ട് തന്നെ എനിക്കറിയില്ല, എന്നാലും ഞാൻ ചെയ്ത് ട്രൈ ചെയ്തൊക്കെ നോക്കി. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ സ്റ്റണ്ട് റൈഡിങ്. ബ്രേക്കിംഗ് ഒക്കെ പെട്ടെന്ന് പഠിച്ച്. പിന്നെ റോട്ടിൽ മൊത്തം വീലടിച്ചുകൊണ്ട് നടക്കാം. അന്നേരം ആരും പറഞ്ഞു തരാനൊന്നുമില്ല, റോട്ടിലൊക്കെ അടിക്കുന്നത്. സ്വന്തമായിട്ടാണ് ഇതൊക്കെ ഇത് സ്വന്തമായിട്ടാണ് പഠിച്ചത്. അങ്ങനെ റോട്ടിലൊക്കെ മൊത്തം ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന്റെ ഇടയ്ക്ക് വീഴും. ഭാഗ്യത്തിന് ചത്തില്ല ആ സമയത്തൊക്കെ. കാരണം എന്ന് വെച്ചാല് അന്നൊന്നുമില്ല, സേഫ്റ്റി ഗിയേഴ്സ് ഒന്നുമില്ല, ഹെൽമെറ്റ് ഒന്നുമില്ല. വെറുതെ റോട്ടിൽ കൂടി ഭയങ്കര സ്പീഡിലൊക്കെയാണ് വീലടിച്ച് പോണത്. കണ്ടാൽ തന്നെ പേടിയാവും. ഇപ്പൊ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ ഓരോ റീൽസ് ഓരോരുത്തർ ഹെൽമെറ്റ് ഇല്ലാണ്ട് അടിക്കുമ്പോൾ നമ്മള് ഇതുപോലെ ഞാനും അടിച്ചിരുന്ന് നടന്നാണ്. ഒന്ന് വീണിരുന്നെങ്കിൽ, എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്, ഒന്ന് വീണിരുന്നെങ്കിൽ പെട്ടു സീനായി പോയെന്നുള്ളത് അപ്പോഴാണ് തോന്നുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്റ്റണ്ട് റൈഡർമാര് അല്ലെങ്കിൽ സ്റ്റണ്ടേഴ്സ് ഒക്കെ ശരിക്കും ഹെൽമെറ്റ് എന്താ പറയാ എന്തൊക്കെ ധരിക്കണം? അതായത് ഹെൽമെറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം, എൽബോ ഗാർഡ്, നീ ഗാർഡ്, പിന്നെ ചെസ്റ്റ് ഗാർഡ് എന്തായാലും ഉണ്ടായിരിക്കണം സ്റ്റണ്ട് ചെയ്യുമ്പോ. പിന്നെ ബൂട്ട് സ്റ്റണ്ട് റൈഡിങ്ങിൽ പറ്റൂല, ഷൂസ് ആയിരിക്കണം. റേസിലാണ് പ്രോപ്പർ ഗിയേഴ്സ് വേണ്ടത്. ബൂട്ട്, നീ ബ്രേസ്, എൽബോ ഗാർഡ്, ചെസ്റ്റ് ഗാർഡ്, കിഡ്നി ബെൽറ്റ്, പിന്നെ ഗ്ലൗസ് നല്ലത്, ഹെൽമെറ്റ്, ഗൂഗിൾസ്. ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ ഏകദേശം ഒരു 1.5 രൂപ അടുത്തായി ഇത്രയും ഗിയേഴ്സ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സ്റ്റണ്ടിങ്ങിലേക്ക്, ബൈക്ക് സ്റ്റണ്ടിങ്ങിലേക്ക് ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ബൈക്ക് സ്റ്റണ്ട്, അതായത് 2021 ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു പ്രൊഫഷണലി. അതിനുശേഷം NSന് ശേഷം ഞാനൊരു അപ്പാച്ചി എടുത്തായിരുന്നു. അപ്പാച്ചി എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്ത് അതൊരു സ്റ്റണ്ട് ബൈക്കാക്കി ബിൽഡ് ചെയ്തിട്ട് ഞാനൊരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു കോയമ്പത്തൂർ വെച്ച് നടന്ന ഒരു സ്റ്റണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിനകത്ത് ഞാൻ പോയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് സെക്കൻഡ് കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ അതാണ്. പിന്നെ അങ്ങോട്ട് പ്രൊഫഷണലായിട്ട് സ്റ്റണ്ട് ചെയ്ത് തുടങ്ങി. പിന്നെ 2021 മുതലാണ്. അതെ 2021 തൊട്ട്. പിന്നെ അതിനു മുമ്പേ 2015 തൊട്ട് വണ്ടി ചെയ്തു തുടങ്ങിയതാണ്, സ്റ്റണ്ടിങ് ചെയ്തു തുടങ്ങിയതാണ്. ഒരു ടീമിനൊക്കെ വേണ്ടിയിട്ട് അല്ല, നോർമലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ 2021 ആയപ്പോ ഞാൻ പറഞ്ഞില്ല, DFG സ്റ്റണ്ട് റൈഡിങ്ങിൽ ഒരു കുറച്ചാള് ഞാൻ സ്റ്റണ്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഒരു ടീമിലേക്ക് എത്തുന്നത് 2021 അങ്ങനെ കുറച്ചാള് കോളേജ് ഷോസ് ഒക്കെ ചെയ്ത് അതിനുശേഷമാണ് ഹീറോ ഡെഡ് ബൈക്കിംഗ് ചാലഞ്ച്. അതിനകത്ത് പോയിട്ടാണ് പെട്ടെന്നൊരു സ്റ്റണ്ടിൽ നിന്ന് നേരെ റേസിലോട്ടൊരു വഴി തിരിഞ്ഞു പോയി. പക്ഷെ എന്താന്ന് വെച്ചാല് അതിലേക്ക് വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റണ്ടിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബൈക്ക് സ്റ്റണ്ട് എല്ലാവർക്കും റിസ്ക് അല്ല, ഈസിയാണ് കുറച്ചും കൂടി. പക്ഷേ അതിന്റെ ടെക്നിക്സ് ഒക്കെ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് വെച്ച് അത് അഡാപ്റ്റ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് പണിയാണ്. അതിന് നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. റേസിനും അതുപോലെ തന്നെയാണ്, പ്രാക്ടീസ് വേണം. ബൈക്ക് സ്റ്റണ്ടിങ്ങും ബൈക്ക് റേസിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ശരിക്കും?